ഖബർ പടുത്തുയർത്തുന്നതും വിളക്ക് കത്തിക്കുന്നതും ഹറാമാണെന്ന് പഠിപ്പിച്ച പണ്ഡിതനാണ് സൈനുദ്ദീൻ മക്തൂം. അദ്ദേഹത്തിന്റെ ഫതുഹുൽ മുയീനിൽ ഈ കാര്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആ ഭാഗം ശ്രദ്ധിക്കൂ. ഇത് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള രചിച്ച ഫതുഹുൽ മുഈൻ എന്ന മൂലഗ്രന്ഥം. PK കുഞ്ഞിബാവ മുസ്ലിയാർ അതിനെ പരിഭാഷപ്പെടുത്തിയത് നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ഖബർ കെട്ടിപ്പടുക്കൽ പ്രത്യേക ആവശ്യങ്ങൾ ഒന്നും കൂടാതെ ഖബറിനുള്ളിലോ ഖബറിന് മീതെയോ കെട്ടിപ്പണിയൽ കറാഹത്താകുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഖബർ വന്യമൃഗങ്ങൾ മാന്തുമെന്നോ കിളച്ചു മറിക്കപ്പെടുമെന്നോ വെള്ളപ്പൊക്കത്താൽ ഖബറിന് നാശം സംഭവിക്കുമെന്നോ സംശയം ജനിക്കുന്ന പക്ഷം ഖബർ കെട്ടിപ്പൊക്കുന്നതിന് വിരോധമില്ല. ഒരാളുടെ സ്വന്തമായ സ്ഥലത്ത് ഖബർ കെട്ടിപ്പൊക്കുന്ന പക്ഷം മാത്രമേ കറാഹത്തിൽ പെടുകയുള്ളൂ. സ്ഥലം സ്വന്തമല്ലെങ്കിൽ കെട്ടിപ്പൊക്കൽ ഹറാമാകുന്നു. മേൽപ്പറഞ്ഞ കാരണങ്ങൾ ഒന്നുമില്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പൊക്കുകയോ ഖബറിന്മേൽ ഗോപുരം പണിയുകയോ ചെയ്യുന്നത് ഹറാമാകുന്നു. നാട്ടുകാർ പതിവായി മയ്യത്ത് സംസ്കരിച്ചു വരുന്ന സ്ഥലത്തെ ഉദ്ദേശിച്ചാണ് പൊതുസ്ഥലം എന്ന് പറഞ്ഞത്. അത് വഖഫ് സ്ഥലമായിരുന്നാലും വഖഫ് ചെയ്ത ആളെപ്പറ്റിയും വഖഫിന്റെ സമ്പ്രദായത്തെക്കുറിച്ചും അറിവുണ്ടായാലും ഇല്ലെങ്കിലുമെന്നാൽ തന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാകുന്നു. അങ്ങനെ വല്ലവരും കെട്ടിപ്പൊക്കിയെങ്കിൽ അത് പൊളിച്ചു നീക്കൽ നിർബന്ധമാകുന്നു. ഖബർ തൊട്ടുമുത്തുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണും. മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല തന്റെ ഗുനിയ എന്ന ഗ്രന്ഥത്തിൽ 39-ാമത്തെ പേജിൽ പറയുന്നു, വഇദാ ജാറ ഖബ്റൻ ലാ യലഉ യദഹു അലൈഹി വലാ യുഖബ്ബിലഹു ഫഇന്നഹു ആദത്തുൽ യഹൂദ്. ഖബർ സന്ദർശിക്കുമ്പോൾ തൻ്റെ കൈ അതിന്മേൽ വെക്കാൻ പാടില്ല, അത് ചുംബിക്കാനും പാടില്ല. കാരണം അത് ജൂതരുടെ സമ്പ്രദായമാണ്. ഇമാം ഗസ്സാലി റഹ്മഹുല്ല തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പേജ് 278 പറയുന്നത് കാണുക, ഫഇന്നൽ മസ്സ വത്തഖ്ബീല ലിൽ മുശാഹിദി ആദത്തുൻ നസ്വാറ വൽ യഹൂദ്. തീർച്ചയായും ഖബർ ദർശിക്കുന്നവൻ അത് തൊടുന്നതും ചുംബിക്കുന്നതും ജൂതരുടെയും ക്രൈസ്തവരുടെയും സമ്പ്രദായമാണ്. ഒരു ചാണിലധികം ഉയർത്തരുതെന്നാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം. മാത്രമല്ല അത് കുമ്മായമടിക്കാൻ പാടില്ല, അവിടെ വിളക്ക് കത്തിക്കാൻ പാടില്ല. ഏതാനും ചില ഹദീസുകൾ കാണും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു ജൂതരെയും ക്രൈസ്തവരെയും ശപിക്കട്ടെ. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളായി സ്വീകരിച്ചു. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുജസ്സസൽ ഖബ്റു വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്ന അലൈഹി. മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കുമ്മായമടിക്കുന്നതും അവിടെ ഇരിക്കുന്നതും അത് കെട്ടിപ്പൊക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. ഷാഫിഈ മദ്ഹബ് പ്രകാരം പടുത്തുയർത്തിയ ജാറം പൊളിച്ചു നീക്കണമെന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതലോകം അങ്ങനെയാണ് ചെയ്തതെന്ന് ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ അൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണും. വഇന്നമാ ഉഹിബ്ബു അൻ യശ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ വഉഹിബ്ബു അൻ ലാ യുബ്ന വലാ യുജസ്സസ് ഫഇന്ന ദാലിക യശ്ബഹു الزീനത വൽ ഖുയലാഅ വലൈസൽ മൗതു മൗളിഅ വാഹിദിൻ മിൻഹുമാ വലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസ്വാറ മുജസ്സസ അൻ തൗഊസിൻ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തുബ്നൽ ഖുബൂറു ഔ തുജസ്സസ് വഖദ് റഅയ്തു മിനൽ വുലാത്തി യഹ്ദിമു ബിമക്കത മാ യുബ്ന ഫീഹ വലം അറൽ ഫുഖഹാഹ യഈബൂന ദാലിക്. തീർച്ചയായും ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ മാത്രം ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.
അത് കെട്ടിപ്പൊക്കാതിരിക്കുന്നതും കുമ്മായമടിക്കാതിരിക്കുന്നതുമാണ് എനിക്കിഷ്ടം. കാരണം അത് ഭംഗിയോടും അഹങ്കാരത്തോടുമാണ് സാദൃശ്യമാകുന്നത്. മരണം ഇതൊന്നിൻ്റെയും സന്ദർഭമല്ല. മുഹാജിറുകളുടെയും അൻസ്വാറുകളുടെയും ഖബറുകൾ കുമ്മായമടിക്കപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. തോഊസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബറുകൾ കുമ്മായമിടുന്നതും അത് കെട്ടിപ്പൊക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. തീർച്ചയായും മക്കയിൽ ഉയർത്തപ്പെട്ട ഖബറുകൾ ഗവർണർമാർ പൊളിച്ചു നീക്കുന്നത് ഞാൻ കണ്ടു. അവിടെയുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരും തന്നെ അതിനെ അധിക്ഷേപിക്കുന്നതായും ഞാൻ കണ്ടില്ല. ഹൈത്തുമി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണും. ഷാഫിഈ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈത്തമി തൻ്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 1-ാം വാള്യം 149-ാമത്തെ പേജിൽ പറയുന്നത് കാണുക. ഫഇന്ന അഅ്ളമൽ മുഹറമാതി വഅസ്ബാബ അശ്ശിർകി അസ്സലാത്തു ഇൻദഹാ വത്തിഖാദുഹാ മസാജിദ ഔ ബിനാഉഹാ അലൈഹി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന ഫാഇലഹു വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ദുറാർ لأنها أسست على معصية رسول الله صلى الله عليه وسلم لأنه نهى عن ذلك وأمر صلى الله عليه وسلم بهدم القبور المشرفة وتجب إزالة كل قنديل أو سراج على قبر ولا يصح وقفه ونذره. ഷിർക്കിന്റെ കാരണങ്ങളിലും വൻ നിഷിദ്ധങ്ങളിലും പെട്ടതുമായ കാര്യങ്ങളാണ് ഖബർ കെട്ടിപ്പൊക്കലും അവ സുജൂദിന്റെയും നമസ്കാരത്തിന്റെയും കേന്ദ്രമായി സ്വീകരിക്കുന്നതും. അങ്ങനെ ചെയ്യുന്നവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. ഖബറുകളിന്മേൽ നിർമ്മിക്കപ്പെട്ട കുബ്ബകൾ പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ കപടവിശ്വാസികൾ നിർമ്മിച്ച മസ്ജിദുൽ ഇറാറിനേക്കാൾ ഉപദ്രവകാരിയാണ്. ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ പൊളിച്ചു നീക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ഖബറിന്മേൽ കത്തിക്കുന്ന വിളക്കും തൂക്കുവിളക്കുകളും നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അത് അങ്ങോട്ട് വഖഫ് ചെയ്യുന്നതും നേർച്ചയാക്കുന്നതും ശരിയാകുന്നതല്ല.